ഇന്നത്തെ എപ്പിസോഡിൽ ആദിലയും നൂറയും പറഞ്ഞ കോമഡി മാസ് ഡയലോഗ് പലരും ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്നറിയില്ല. എന്തായാലും നമുക്ക് ആ കാര്യത്തിലേക്ക് വരാം. ഇന്ന് കിച്ചണിൽ വലിയൊരു വഴക്ക് നടന്നു എപ്പിസോഡിൻ്റെ അവസാന ഭാഗത്ത്. അതായത് അനുമോള് അക്ബറിനും ആര്യനും വേണ്ടിയിട്ട് ഓംപ്ലേറ്റ് ഉണ്ടാക്കി കൊടുത്തു. ആ സമയത്ത് അനുമോള് പറയുന്നൊരു കാര്യമുണ്ട്, ആദിലയ്ക്കും നൂറയ്ക്കും വിശക്കുന്നുണ്ട്, അവർക്കും കൂടെ ഉണ്ടാക്കാം എന്നുള്ള കാര്യം. പക്ഷേ ആദിലയും നൂറ ഇത് പാടേ തള്ളിക്കളയും ചെയ്യുന്നുണ്ട്, ഞങ്ങൾ അങ്ങനെ ഒരു കാര്യം പറഞ്ഞിട്ടില്ല എന്നുള്ളൊരു കാര്യത്തിലേക്ക്. അപ്പോൾ ഇവിടെ നമ്മൾ മാസ് ഡയലോഗ് എന്ന് പറഞ്ഞത് ഇത്രയും പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി വലിയൊരു വഴക്കിലേക്ക് അത് നെവിൻ വിഷയത്തിലേക്ക് എത്തുകയും നൂറ അവിടെ പറയുന്നുണ്ട്, നെവിൻ ഒരു ഉള്ളി എടുക്കാൻ ചോദിച്ചപ്പോൾ നീ അത് സമ്മതിച്ചില്ല, എന്നിട്ടാണ് നീ ഇവിടെ മുട്ടയെടുത്ത് ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നത് എന്നുള്ള ഒരു രീതിയിലൊക്കെ നൂറ സംസാരിക്കുന്നുണ്ട്. അപ്പോൾ ഈ മാസ് ഡയലോഗ് എന്ന് പറയുന്ന ആ സമയത്ത് അനുമോള് നൂറേൻ്റെ അടുത്ത് ആദിലിൻ്റെ അടുത്തും പറഞ്ഞു, ഇവന്മാർ ഉണ്ടാക്കാൻ പറഞ്ഞത് കൊണ്ടാണ് ഞാൻ ഉണ്ടാക്കി കൊടുത്തതെന്ന്. അപ്പോൾ നൂറ പറയുന്നുണ്ട്, നീ അവരുടെ അമ്മയൊന്നും അല്ലല്ലോ എന്നുള്ള ഒരു മാസ് ഡയലോഗ്. ആ സമയത്ത് നൂറേൻ്റെ ഈ ഒരു ഫ്ലോയിൽ പറഞ്ഞപ്പോൾ നമുക്ക് ചിരിയാണ് വന്നത്. രണ്ടാമത്തെ ഒരു കാര്യം അനുമോള് പറയുന്നുണ്ട്, ഇനി ഞാൻ കിച്ചണിൽ കയറിയില്ലെന്ന്. ആ സമയത്ത് ആദില ഉവ് എന്നും പറഞ്ഞ് ഒന്ന് ആക്കി വിടുകയും ചെയ്യുന്നുണ്ട്. കോമഡിയോട് കോമഡി. മൂന്നാമത്തെ കാര്യം എന്താണെന്ന് ഷാനവാസിൻ്റെ അടുത്ത് അനുമോള് പറയുന്നുണ്ട്, ഞാനിനി കിച്ചണിലേക്കില്ല, ഇനി കിച്ചണിൽ ഞാൻ കയറിയില്ലെന്ന്. അപ്പോൾ അനുമോളുടെ അടുത്ത് ഷാനവാസ് പറയുന്നുണ്ട്, നീ കയറിയില്ലെങ്കിൽ ഞങ്ങളങ്ങനെ പറഞ്ഞ് തോൽപ്പിക്കാമെന്ന് വിചാരിക്കേണ്ടെന്ന്. ആ സമയത്ത് നെവിൻ വന്ന് പറയുന്നുണ്ട്, ഞാൻ കിച്ചണിൽ കയറിക്കൊള്ളുന്നു. അനുമോൾ എന്തിനും ഏതിനും കിച്ചണിൽ വന്നു കഴിഞ്ഞാൽ അവിടെ വഴക്കാണ്. അനുമോൾ ഒരു കണക്കിന് കിച്ചണിലേക്ക് പോയിട്ട് ഇത്തരം വഴക്കുണ്ടാക്കി ഒരു കണ്ടൻറ്റ് ക്രിയേറ്റ് ചെയ്യേണ്ട എന്നുള്ളത് തന്നെയാണ് ഏറ്റവും നല്ലത്, അനുമോൾക്കും നല്ലത്. അത് കാരണം അനുമോൾ ഇത്തരം വഴക്കിലൂടെയൊക്കെ അത്യാവശ്യം നെഗറ്റീവിലേക്ക് ഇങ്ങ് പോവും. അനുമോൾ സ്ട്രോങ് ആയിട്ടുള്ളൊരു മത്സരാർത്ഥിയാണ്, ആ കാര്യത്തിലൊന്നും ഒരു സംശയമില്ല. ഇത്തരം കാര്യങ്ങൾ ഒന്ന് താത്തി വെക്കണം. ഇതൊരു കണ്ടൻറ്റിന് വേണ്ടി ക്രിയേറ്റ് ചെയ്താണോ എന്നൊരു സംശയമുണ്ട് എന്തായാലും.